ഹായ് ഫ്രണ്ട്സ്, ഹരിപ്പാട് താലൂക്ക് ഹോസ്പിറ്റലിൽ നിന്നും എല്ലാവരെയും ഞെട്ടിച്ചു കൊണ്ടൊരു വാർത്ത. 19 വയസ്സുകാരി സ്വന്തം അച്ഛനോടൊപ്പം വയറുവേദനയായിട്ട് രാത്രി ഹോസ്പിറ്റലിൽ ചികിത്സയ്ക്ക് എത്തുന്നു. എന്താണ് ചോദിച്ചപ്പോൾ വയറുവേദന എന്ന് പറയുന്നു. എനിക്ക് വേദന സംഹാരി തന്നു വിടണമെന്നാണ് യുവതി ആവശ്യപ്പെട്ടത്. അതിനുശേഷം അച്ഛനോടും ചോദിക്കുന്നു എന്താണ് കുഴപ്പമെന്ന് പറയുന്നു. അച്ഛന് അറിയില്ല. അതിനുശേഷം പല ആവർത്തി ചോദിച്ച ശേഷവും അതുപോലെ തന്നെ വയറുവേദനയാണ് എന്ന് പറയുന്നു. വയറ്റിൽ കൊഴുപ്പ് അടിഞ്ഞുകൂടിയത് കൊണ്ടുള്ള ചെറിയ പ്രശ്നമാണ് എന്ന് ചോദിക്കുന്നു. സ്കാനിങ് എന്തെങ്കിലും കയ്യിലുണ്ടോ എന്ന് ഡോക്ടർമാർ ആവർത്തിച്ച് യുവതിയോട് ചോദിക്കുന്നു. ഇല്ല, എനിക്ക് ഒരു കുഴപ്പവുമില്ല എന്ന് പറയുന്നു. അങ്ങനെ അവർ വേദന സംഹാരി കൊടുത്ത ശേഷം അവിടെ നിരീക്ഷണത്തിൽ വെക്കുകയാണ്. പലപ്പോഴായിട്ട് എനിക്ക് ബാത്റൂമിൽ പോകണമെന്ന് പറയുന്നു. യുവതി പല ടൈമുകളായിട്ട് ബാത്റൂമിൽ പോയി വരുന്നു. അതിനുശേഷം അവസാന ഘട്ടത്തിൽ ഒരു നേഴ്സ് ബാത്റൂമിൻ്റെ അടുത്തുകൂടി പോകുന്ന സമയത്ത് ബാത്റൂമിൽ നിന്നും ഒരു കരച്ചിൽ കേട്ട പോലെ അവർക്ക് ഒരു സംശയം തോന്നുകയാണ്. അതിനുശേഷം യുവതി 10-15 മിനിറ്റ് കഴിഞ്ഞ ശേഷമാണ് യുവതി ആ ബാത്റൂമിൽ നിന്ന് പുറത്തേക്ക് വന്നത്. ആ സമയത്ത് നേഴ്സിനെയും കൂട്ടി ഡോക്ടർ ബാത്റൂം പരിശോധിക്കാൻ വേണ്ടി പോവുകയാണ്. ആ സമയത്ത് അവിടെ ചെറിയ ബ്ലീഡിങ്ങിൻ്റെ ചില അടയാളങ്ങൾ അവർക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നു. അതുപോലെ ഒരു കരച്ചിൽ കേട്ടതുപോലെ നേഴ്സിന് ഒരു സംശയം തോന്നി എന്ന് കൂടി പറയുകയാണ്. അതിനുശേഷം ഡോക്ടർ താഴത്തുള്ള സെക്യൂരിറ്റിയെ വിളിച്ചിട്ട് ആവശ്യപ്പെടുകയാണ് പുറത്തു പോയിട്ടൊന്ന് പരിശോധന നടത്താൻ. ആ സമയത്ത് നോക്കുന്ന സമയത്താണ് നവജാത ശിശുവിനെ നിലവിളിയോട് കൂടിയിട്ട് താഴത്ത് കാണാൻ വേണ്ടി സാധിച്ചത്. 1ാമത്തെ നിലയിൽ നിന്നും യുവതി ആ കുട്ടിയെ പ്രസവിച്ച ശേഷം വലിച്ച് താഴെക്കെറിയുകയായിരുന്നു എന്ന് പറയുന്ന സങ്കടപ്പെടുത്തുന്ന ഒരു വാർത്ത ഹരിപ്പാട് താലൂക്ക് ഹോസ്പിറ്റലിൽ നിന്ന് നമുക്ക് കേൾക്കാൻ വേണ്ടി സാധിക്കുകയാണ്. വളരെ സങ്കടം നിറഞ്ഞ ഒരു നിമിഷമാണ്. കാരണം അച്ഛനും അമ്മയ്ക്കും ഒന്നും ഈ കുട്ടി ഗർഭിണിയായത് പോലും അറിയില്ല എന്നുള്ളതാണ്. ഈ കുട്ടി ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് എങ്ങനെ ഗർഭിണിയായത് എന്ന് പോലും അവർക്കറിയില്ല. താഴെ തീർച്ചയായിട്ടും സെക്യൂരിറ്റി ജീവനക്കാരൻ്റെ സംയോജിതമായ ഇടപെടൽ കൊണ്ട് നമുക്ക് ആശ്വസിക്കാം. ആ കുട്ടിയുടെ ജീവൻ ഇപ്പോൾ തിരിച്ചു കിട്ടിയിരിക്കുകയാണ്. ഡ്യൂട്ടി ടൈമിലുള്ള ഡോക്ടർ ഇതിനെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. നമുക്ക് നമ്മളൊരു 9 മണിയൊക്കെ ആയപ്പോഴാണ് ഇയാൾ വരുന്നത്, ഈ പേഷ്യന്റ് വരുന്നത്. അപ്പം ഭയങ്കര ഒരു അബ്ഡോമൽ പെയിനും ബാക്ക് പെയിനും ഒക്കെ ആയിട്ടാണ് വന്നത്. അപ്പം ചോദിച്ചപ്പോൾ പറഞ്ഞ പീരീഡ്സ് ആണെന്നാണ് പറഞ്ഞത്. പക്ഷെ ഭയങ്കര ഒരു സിവിയർ പെയിൻ ആയിരുന്നു. അപ്പം ഹിസ്റ്ററിയും ആ ഒരു സിംറ്റമായിട്ട് മാച്ച് ചെയ്യാത്തതുകൊണ്ട് നമ്മൾ ചോദിച്ചു സ്കാൻ വല്ലതും എടുത്തിട്ടുണ്ടോ, നേരത്തെ ഹിസ്റ്ററി ഉണ്ടോ എന്നൊക്കെ ചോദിച്ചു. ഇല്ല എന്നാണ് പറഞ്ഞത്. സ്കാൻ എടുത്തിട്ടുണ്ട്, എന്തോ വയറ്റിൽ എന്തോ കൊഴുപ്പുണ്ടെന്നാണ് പറഞ്ഞത്. അങ്ങനെ നമ്മൾ പുള്ളിക്കാർ പറഞ്ഞു എനിക്ക് എന്തെങ്കിലും പെയിൻ മെഡിക്കേഷൻസ് മതി എന്നൊക്കെ പറഞ്ഞു. നമ്മൾ പെയിൻ്റെ മെഡിക്കേഷൻസ് കൊടുത്തു. അകത്ത് ഒബ്സർവേഷനിൽ കിടത്തിട്ട് പറഞ്ഞു സ്കാൻ എടുക്കണം, മണ്ടാനത്ത് കാണിക്കണമെന്നും പറഞ്ഞു, മെഡിക്കൽ കോളേജിൽ കാണിക്കണമെന്നും പറഞ്ഞു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് പക്ഷേ നമുക്കൊരു സസ്പീഷൻ ഉണ്ടായിരുന്നു പ്രഗ്നന്റ് ആണോ എന്നുള്ളത്. പ്രഗ്നൻസിയുടെ ഒരു സയൻസ് ഒക്കെ വയറ്റിൽ കാണുന്നുണ്ടായിരുന്നു. വയറ് പരിശോധിക്കാനും പുള്ളിക്കാർ വില്ലിങ് അല്ലായിരുന്നു, ഒട്ടും കോപ്പറേറ്റീവ് അല്ലായിരുന്നു. അങ്ങനെ ഒരു 12 മണിയൊക്കെ വെളുപ്പിന് 12 മണി കഴിഞ്ഞ ശേഷം നമുക്കൊരു ബാത്റൂമിൽ നിന്നൊരു കുട്ടീൻ്റെ കരച്ചിൽ കേട്ടതിനെ തുടർന്നാണ് നമ്മൾ ബാത്റൂം പോയി പരിശോധിക്കുന്നത്. ബാത്റൂമിൽ ഒരു സൈൻസ് ഓഫ് ഡെലിവറി പോലെ കണ്ടു. അതായത് നമ്മൾ മെക്കോണിയം പാസ് ചെയ്തതും അവിടെ ഫുള്ള് ബ്ലീഡിങ്ങും ഒക്കെ ആയിട്ടാണ്. കുപ്പിൾക്കുടി എങ്ങനെയാണ് കട്ട് ചെയ്തതെന്ന് അറിയത്തില്ല. മിക്കവാറും വലിച്ച് ടിയർ ചെയ്തായിരിക്കും ചെയ്തത്. അങ്ങനെ അത് അപ്പം നമ്മളെ കുട്ടീനോട് ചോദിക്കുന്നുണ്ട് ഇയാൾ പറ എന്ത് ഡെലിവറി വല്ലതും ചെയ്തോ എന്ന് ചോദിക്കുമ്പോഴൊന്നും പറയുന്നില്ല. പിന്നെ നമ്മളവിടെ എല്ലാം ബാത്റൂമിലെല്ലാം പരിശോധിച്ചു, ക്ലോസറ്റിലൊക്കെ പരിശോധിച്ചിട്ടും നമ്മളൊന്നും കണ്ടില്ല. അത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് ബാത്റൂമിന്റെ ഈ ജനലിന്റെ പുറകിൽ ഒരു ശബ്ദം കേൾക്കുന്നത്. അപ്പം നമ്മൾ ഇവിടുത്തെ നഴ്സിംഗ് അസിസ്റ്റന്റ് ചേട്ടനോട് പുറത്തേക്ക് പോയി നോക്കാൻ പറയുമ്പോൾ പറഞ്ഞാൽ അവിടെ കുട്ടീനെ കണ്ടു. കുട്ടി സ്റ്റേബിൾ ആണ്, കുഴപ്പമില്ല, കാര്യമൊക്കെ ചെയ്തു, ഓക്കെ ആയിരുന്നു. കൊടുത്തിട്ടാണ് നമ്മൾ അമ്മേനെയും കുഞ്ഞിനെയും വണ്ടാനത്തേക്ക്. പെൺകുട്ടിയാണ്. 9 മന്ത്സ് ടേം ബേബിയാണെന്നാണ് കണ്ടിട്ട് തോന്നുന്നത്. ഒരു പ്രീ ടേം ലക്ഷണങ്ങളൊന്നും കണ്ടിട്ട് തോന്നിയില്ല. പിന്നെ അവർ ഗൈനക്കും പീഡിയാട്രീഷ്യനും കാണിക്കാനായിട്ട് അങ്ങോട്ട് വിട്ടിട്ടുണ്ട്. അതിനുവേണ്ടി നമ്മൾ പുള്ളിക്കാരുടെ ഹിസ്റ്ററി ഒന്നും അറിയത്തില്ല, അതുകൊണ്ട് നമ്മൾ അങ്ങോട്ട് വിട്ടു. അതായത് ചെക്കപ്പോ കാര്യങ്ങളോ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ ഒന്നും അറിയത്തില്ലാത്തതുകൊണ്ട് നമ്മൾ അങ്ങോട്ടേക്ക് വിട്ടു. അപ്പോൾ യുവതി വന്ന സമയത്ത് പല ആവർത്തി അവർ ചോദിച്ചിരുന്നു. നടുവേദനയാണ്, വലിയ രീതിയിലുള്ള നടുവേദന അനുഭവപ്പെടുന്നുണ്ട്, അതിനാണ് അവർ വേദന സംഹാരി ചോദിച്ചത്. അതെല്ലാം അവർ കൊടുത്തത് ശേഷവും വയറ് കണ്ട സമയത്ത് അവർ ചില സംശയങ്ങൾ അവർക്ക് തോന്നിയിരുന്നു. അതുകൊണ്ട് തന്നെയാണ് അവർ സ്കാനിങ് റിപ്പോർട്ട് തേടിയത്. പക്ഷേ എനിക്ക് വയറിൽ ചില തടുപ്പുകളുണ്ട്, നീരിൻ്റെ എന്നുള്ള പ്രശ്നങ്ങൾ മാത്രമാണ്, കൊഴുപ്പിൻ്റെ എന്ന പ്രശ്നങ്ങൾ മാത്രമാണ് അവർ പറഞ്ഞത്. അതുകൊണ്ട് തന്നെയാണ് അവർ നിരീക്ഷണത്തിൽ ഇരിക്കാൻ ആവശ്യപ്പെട്ടത്. അതുപോലെ തന്നെ വയറ് പരിശോധിക്കണമെന്ന് പറഞ്ഞ സമയത്തൊന്നും തന്നെ ആ യുവതി അതിന് സമ്മതിച്ചിരുന്നില്ല. സ്കാൻ ചെയ്യണമെന്ന് പറഞ്ഞപ്പോഴും അതിന് സമ്മതിച്ചിരുന്നില്ല. എനിക്ക് വേദന സംഹാരി മതി എന്നാണ് പറഞ്ഞത്. കാരണം മെൻസസ് ആയിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അതെ 2 മാസം മുന്നേ ആയിട്ടുണ്ട് എന്നൊക്കെയാണ് യുവതി മറുപടി പറഞ്ഞത് എന്നാണ് ഡോക്ടർ പറയുന്നത്. നിങ്ങൾ നോക്കണം, കുട്ടിക്ക് 19 വയസ്സ് മാത്രമാണ് പ്രായം, പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ സ്വന്തം ജന്മം നൽകിയ അച്ഛനും അമ്മയ്ക്ക് പോലും ഈ കുട്ടി ഗർഭിണിയാണ് എന്ന വിവരം പോലും അറിയുന്നില്ല. അവരുടെ ശരീരം കണ്ടിട്ട് അത് മനസ്സിലായിട്ടില്ല എന്ന് പറയുമ്പോൾ
എത്രമാത്രം നമ്മുടെ നാട് മാറിയിരിക്കുന്നു എന്ന് നമുക്ക് ചിന്തിക്കാൻ വേണ്ടി സാധിക്കും. കുട്ടികളുടെ കാര്യത്തിൽ അച്ഛമ്മമാരുടെ ചെറിയ ശ്രദ്ധക്കുറവ് തന്നെയാണ് ഇതിനൊക്കെ പ്രധാനപ്പെട്ട ഒരു കാരണം. ഇവർ തീർച്ചയായിട്ടും ഈ കുട്ടിയുടെ അച്ഛൻ ആരാണ് എന്ന് പോലും ഇപ്പോൾ അറിയാത്ത ഒരു പ്രശ്നത്തിലേക്ക് പോയിരിക്കുകയാണ്. തീർച്ചയായിട്ടും വരും ദിവസങ്ങളിലുള്ള സംയോജിതമായ അന്വേഷണത്തിലൂടെ മാത്രമേ ഇനി ഈ കുട്ടിയുടെ പിതാവിനെയൊക്കെ കണ്ടുപിടിക്കാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. ഏതായാലും നമുക്ക് ആശ്വസിക്കാൻ ഒരു വാർത്തയുണ്ട്. അമ്മയും അതുപോലെ തന്നെ കുട്ടിയും ഇപ്പോൾ സന്തോഷമായിരിക്കുകയാണ്. വന്താനം മെഡിക്കൽ കോളേജിലെ ICUവിൽ ഇപ്പോൾ ഈ നവജാത ശിശു ഒരു കുഴപ്പവും കൂടാതെ ആ എയറിലൊന്നും യാതൊരു കുഴപ്പവും ആ കുട്ടിക്ക് പറ്റിയിട്ടില്ല. ഒരു പെൺകുട്ടിക്കാണ് യുവതി ഇപ്പോൾ ജന്മം നൽകിയത് എന്നാണ് നമുക്കറിയാൻ വേണ്ടി സാധിക്കുന്നത്. ഏതായാലും ഇത്തരത്തിൽപ്പെട്ട സംഭവങ്ങളൊക്കെ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ സ്വാഭാവികമായിരിക്കുകയാണ്. ആ യുവതി സ്വന്തം പ്രസവം നടത്തിയ ശേഷം ആ നവജാത ശിശുവിൻ്റെ പൊക്കിൾക്കൊടി ബന്ധം കൈകൊണ്ട് വേർപെടുത്തിയിട്ടാണ് വലിച്ച് താഴെ നിലയിലേക്ക് എറിഞ്ഞത് എന്ന് കൂടി നിങ്ങൾ ആലോചിക്കണം. അത്രമാത്രം ധൈര്യം ആ കുട്ടിക്ക് എവിടുന്ന് കിട്ടി എന്നുവരെ തീർച്ചയായിട്ടും അന്വേഷിക്കേണ്ടതാണ്. അത്തരത്തിൽപ്പെട്ട ഒരു പ്രക്രിയ തീർച്ചയായിട്ടും ആ നാടിനെയും അതുപോലെ തന്നെ നാട്ടുകാരെയും എല്ലാം ഇപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഞെട്ടിച്ചു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും. ഈ ഒരു വാർത്ത തീർച്ചയായിട്ടും നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്ത് കാണുക. മറ്റൊരു വീഡിയോയുമായി വരുന്നതുവരെ നന്ദി, നമസ്കാരം.